മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ മഹത്വമായ ദിനങ്ങളില്ല, ഇതിനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളില്ല. അൽ അമലു ഫീഹിൻ, ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ അള്ളാഹു ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രവർത്തനത്തിന്റെ ദിനമില്ലാന്ന്. ഈ ദിവസത്തിൽ നിസ്കരിച്ചാൽ, ഈ ദിവസത്തിൽ ദിക്ർ ചൊല്ലിയാൽ, ഈ ദിവസത്തിൽ നോമ്പ് നോറ്റാൽ, ഈ ദിവസത്തിലായി അള്ളാഹ് ശ്രേഷ്ഠത കൽപ്പിച്ച ദിവസത്തിലായി എന്നതുകൊണ്ട് അതിന് പ്രതിഫലമുണ്ട് എന്നാണ്. ഈ ദിവസം നിങ്ങൾക്കറിയാലോ, ഈ 10 ദിവസങ്ങളിൽ എല്ലാ ശ്രേഷ്ഠമായ ആരാധനകളും വരുന്നു. നിസ്കാരം ഏതായാലും ഉണ്ട് അല്ലേ. ഹജ്ജ് അത് ഈ ദിവസങ്ങളിലാണ് വരുന്നത്. ഒരു ഹജ്ജ് 8-ന് തുടങ്ങും, ഹജ്ജിൻ്റെത്. അറഫ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം, അതാണ് വരുന്നത്. ബലി നമസ്കാരം പോലെ പുണ്യകരമായ ഒരു കാര്യമാണ്. ഫസൊല്ലി ലിറബ്ബിക വൻഹർ, ആ ബലി നമ്മൾ അറക്കണ എപ്പോഴാണ്? ഈ 10 ദിവസങ്ങൾ, 10ാമത്തെ ദിവസം ആണ് നമ്മൾ ആ ബലിക്ക് വേണ്ടി. എല്ലാ നന്മകളും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുണ്യകരമായ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വർഷത്തിൽ ഒരിക്കലേ ഈ 10 ദിവസം കിട്ടും. അതൊരു ചാൻസാണ്, അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഖേദിക്കുക എന്ന് പറഞ്ഞാൽ അത് ദീനിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന അത്ര ഖേദം സുഹൃത്തുക്കളെ ദുനിയാവിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായി തീരുമാനിക്കേണ്ട കാര്യം, ഇപ്പം മനസ്സിക്ക് വരേണ്ടത് ഇതൊരു പുണ്യദിനങ്ങൾ തന്നെയാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ച് ഇതിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആ ഒരു മഹത്തായ പ്രതിഫലം കിട്ടാനുള്ള ഒരു നിയ്യത്താണ്.